നാരായണ ഗുരുദേവനോട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മതം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഗുരുവിൻ്റെ ഉപനിഷത്തായ ആത്മോപദേശ ശതകത്തിലൂടെ പറഞ്ഞു തന്നത് ആ മതത്തിൻ്റെ പേര് വേറൊന്നുമല്ല കൂട്ടുകാരെ, ആ മതത്തിൻ്റെ പേര് ആത്മസുഖം എന്നാണ്. പലമത സാരവും ഏകം എന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ചു. എന്തിനാ? ശണ്ട കൂടാതെ ജീവിക്കാനാ. എന്തിനാ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ മതത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നത്? എന്തിനാ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ എൻ്റെ ദൈവമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് പോക്കറ്റിലാക്കുന്നത്? ഇതിൻ്റെയൊക്കെ അന്തസാര ശൂന്യതയെ തിരിച്ചറിഞ്ഞപ്പോൾ ഗുരുദേവൻ പല മതങ്ങളുടെയും സർവമതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഗുരുദേവൻ ഏഷ്യയിലെ തന്നെ വലിയ മതമഹാസമ്മേളനം ആലുവായിൽ വിളിച്ചു ചേർത്തത്. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യരെല്ലാവരും ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ ഒരിക്കലും മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിലൊന്നും വിഘടിച്ച് ശണ്ട കൂടി ജീവിതം കളയാതെ, ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊരുതു ജയിപ്പത സാധ്യം. എന്ത് കാര്യവും തർക്കത്തിലൂടെ, വാദത്തിലൂടെ, യുദ്ധത്തിലൂടെ നേടിയെടുക്കാം എന്ന് നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ അത് തെറ്റാണ് കൂട്ടുകാരെ എന്നാണ് ഗുരു പറഞ്ഞത്. പൊരുതു ജയിപ്പത് അസാധ്യം. പൊരുതി ജയിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അസാധ്യമാണ്. വീട്ടിലെ അമ്മ ബളബളാ പറയണ സമയത്ത് അച്ഛനും കൂടി ബളബളാ പറഞ്ഞു കഴിഞ്ഞാൽ ലഹള കോടാലിയാവും കുറെ കഴിയുമ്പോൾ. പക്ഷെ അമ്മ ബളബള വയ്ക്കുമ്പോൾ അച്ഛൻ വിചാരിക്കുകയാണ് ഇവളോട് ഇപ്പം സംസാരിച്ചിട്ട് കാര്യമില്ല, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിലോ ആ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി കോംപ്രമൈസിന് തയ്യാറാകുമ്പോഴാണ്, ഏതെങ്കിലും ഒരു വ്യക്തി വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന വലിയ വിശാലമായ ഒരു മനസ്സ് കാണിക്കുന്നിടത്താണ് സമാധാനം ഉണ്ടാവുള്ളൂ. രണ്ടു കൂട്ടരും പറയുകയാണ് എൻ്റെ വാദമാണ് ശരി, എൻ്റെ അഭിപ്രായമാണ് ശരി എന്ന് പറഞ്ഞാൽ അയൽപക്കത്തുള്ളവർക്ക് അന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ ശബ്ദ മലിനീകരണം കാരണം, നിങ്ങളുടെ വാക്കുകളുടെ ഉപയോഗം കാരണം ഒരുപാട് ആളുകൾ പ്രാകുന്നുണ്ട്. ഇവർക്ക് 12 മണിയായാലും ഉറക്കമില്ലേ ചോദിക്കും. ഇതുങ്ങൾ ഉറങ്ങണില്ലേ? ഇതുങ്ങൾ ഏതു നേരം തല്ലുപിടുത്താണല്ലോ. ഒരുപാട് ആളുകൾക്ക് മുഷിപ്പാണത്. നമ്മൾ വിചാരിക്കും നമ്മൾ പാടുന്നത് എന്തോ ശാസ്ത്രീയ സംഗീതമാണ് എന്ന്. ഒരിക്കലും അല്ല. നമ്മളുടെ വാക്കുകൾ ഒരു സുഖമില്ലാത്തതാണ് ആ സമയത്ത്. ആർക്കും ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ്. നമ്മൾ എത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിലും കോപിച്ചുകൊണ്ട് 2-3 വാക്കുകൾ പറയുമ്പോൾ അയ്യോ ഇവനാണോ എൻ്റെ കൂട്ടുകാരൻ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മ്ലേച്ഛതയാണ് തോന്നുക. അപ്പോൾ പലപ്പോഴും നമ്മൾ അങ്ങനെ പൊരുതി ജയിക്കാം എന്ന് വിചാരിക്കുമ്പോൾ അത് വലിയൊരു കലഹത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ലാതെ അതൊരു സമാധാനം നമുക്ക് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് പൊരുതി ജയിപ്പത് അസാധ്യം. അപ്പൊ ഗുരുദേവൻ ഈ പല മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് കാണിച്ചു തന്നുകൊണ്ട് ആ ഒന്നിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് പറയാനാണ് ആത്മസുഖം എന്ന മതം പരിചയപ്പെടുത്തി തരുന്നത്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങ് സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഇമ്മതമേകം എന്ന് ചിന്തിച്ച് അഘമണയാതെ അകതാരമർത്തിടേണം. കേട്ടിട്ടുള്ളതല്ലേ ആ ശ്ലോകം? അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം. ഈ ലോകത്ത് സകല ജീവജാലങ്ങൾക്കും, ഇപ്പോൾ മനുഷ്യരെല്ലാവർക്കും ഒരു മതം എന്ന് പറഞ്ഞിട്ട് ഗുരു അതിലും വലിയ ഒരു വിസ്തൃതമായ ലോകത്തേക്ക് വരികയാണ്. മനുഷ്യനെ മാത്രമല്ല സകല പ്രാണികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, സകല ജീവരാശികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം. സകല ജീവരാശികളുടെയും ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താണ്? അവരെല്ലാവരും പ്രയത്നിക്കുന്നത്, അവരെല്ലാവരും പണിയെടുക്കുന്നത് സുഖം കിട്ടാനാണ് അല്ലേ? ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ആ ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും പ്രയത്നിക്കുന്നത്. ഓരോന്ന് ചെയ്യുന്നതും നമ്മൾ സുഖം തേടിയുള്ള നമ്മുടെ യാത്രയിലാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ലോകത്തൊരു മതമുണ്ട് എങ്കിൽ അത് ആത്മസുഖം എന്ന മതമാണ് എന്ന്. എനിക്ക് സുഖം വേണം, നിനക്ക് എന്താ വേണ്ടത്? സുഖം ഉണ്ടായാൽ മതി. ഈ സുഖം എന്ന വാക്കിന് ഒരുപാട് വ്യാപ്തിയുള്ള ഒരു അർത്ഥമാണത്.
ഹിന്ദുരക്ഷാ